Welcome to LKLS Star Max class in the exercise 4.4 quadratic equation exercise 4.4 old book 4.4 new book 4.3 third question ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. കണ്ടോ exercise 4.4 find the nature of roots of the following quadratic equations. If the real root exists, find them. Nature of റൂട്ട്സാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് തേർഡ് ക്വസ്റ്റ്യൻ ആണ്. 2x² - 6x + 3. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യുന്നതെന്ന്. കണ്ടോ, ഇവിടെ മുന്നേ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോർമുല ഉണ്ടല്ലേ. എന്താ അത്? -b ± √ b² - 4ac/2a. അപ്പോൾ ഇതിനകത്ത് ഈ ഡിസ്ക്രിമിനൻ്റ് പാർട്ടുള്ള b² - 4ac വെച്ചിട്ടാണ് നമ്മൾ നേച്ചർ ഓഫ് റൂട്ട്സ് എന്താണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ കേട്ടോ. ഡിസ്ക്രിമിനൻ്റ് പാർട്ട് b² - 4ac. ക്ലിയർ ആയില്ലേ? ഇത് നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോർമുലയാണ്. അതിൽ ഈ ഒരു പാർട്ടിനെ ഡിസ്ക്രിമിനൻ്റ് എന്ന് പറയും. ഈ ഡിസ്ക്രിമിനൻ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നേച്ചർ ഓഫ് റൂട്ട്സ് എന്താണെന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ നോക്കൂ കേട്ടോ. b² - 4ac എന്ന് പറഞ്ഞാൽ 2 വേണ്ട കേട്ടോ, സോറി. അപ്പോൾ എന്താണ്? a = 2. നമ്മുടെ ഈ ഇതിൽ a എന്ന് പറയുന്ന ആരാ? 2 ആണ്. ഏതാണ് 2? x² കോഫിഷ്യൻ്റ് ആണ് 2 എന്ന് പറയുന്നത്. ദെൻ ഈക്വേഷനിലുള്ള b, ഈ b ആരാന്ന് നോക്കിയാൽ -6 ആണ് b എന്ന് പറയുക. ദെൻ നമുക്കിനി c ഉണ്ട്. സോ ഈ എന്ന് പറയുന്നതാണ് 3. ക്ലിയർ ആണല്ലേ? സോ ABC നമ്മളിവിടെ എഴുതി വെച്ചു. ഡിസ്ക്രിമിനൻ്റ് d മീൻസ് എന്താണ്? ഡിസ്ക്രിമിനൻ്റ് d = b² - 4ac. ഈ ഒരു പാർട്ട് മാത്രം എടുത്തുകൊണ്ടാണ് നേച്ചർ ഓഫ് റൂട്ട്സ് കണ്ടെത്താൻ പോണേ. സോ d = b² എന്ന് പറയുമ്പോൾ എന്താണ്? -6² - 4 × a എന്ന് പറയുന്നത് ആരാ? 2. ദെൻ c എന്ന് പറയുന്നത് 3. സോ ഇത് ചെയ്തു വെച്ചു. ഇനി നോക്കിയാൽ -6 × -6 എന്താ വരിക? 36. ഇനി 4 2s are 8, 8 3s are 24. ക്ലിയർ? ഇനി നമുക്ക് നോക്കാം. ഡിസ്ക്രിമിനൻ്റ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? 12 ആണ്. ഈ 12 എന്ന് പറയുന്നത് എന്താണ്? > 0 ആണ്. അപ്പോൾ നമുക്കിപ്പോൾ എന്താ കിട്ടിയത് ഇവിടെ? b² - 4ac വിച്ച് മീൻസ് വാട്ട്? d ആണല്ലേ, ഡിസ്ക്രിമിനൻ്റ് ആണ്. = എന്താ നമുക്ക് കിട്ടിയത്? സോറി, ഇതെന്താ കിട്ടിയത്? നമുക്ക് > 0 ആണ് കിട്ടിയത്. ഉണ്ട് 12 എന്ന് പറയുന്ന ഈ നമ്പർ, ഇത് രണ്ടും കൂടെ റെഡ്യൂസ് ചെയ്തപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? 12 കിട്ടി. ഈ 12 എന്താണ്? > 0 ആണ്. അതുകൊണ്ടാണ് ഗ്രേറ്റർ സൈൻ ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 0 0നേക്കാളും വലിയ നമ്പറാണ് നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയാൽ നമുക്ക് എന്ത് പറയാൻ കഴിയും? അവിടെ റിയൽ റൂട്ട് നമുക്ക് 2 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള റിയൽ റൂട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. മനസ്സിലായോ? നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ നേച്ചർ ഓഫ് ദ റൂട്ട്സ്. ഇഫ് ദ റിയൽ റൂട്ട് എക്സിസ്റ്റ്, ഫൈൻഡ് ദം. റിയൽ റൂട്ട് ഉണ്ടെങ്കിൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ വന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. എന്താണ്? b² - 4ac > 0 ആണെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള റിയൽ റൂട്ട്സ് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നത്. അത് ഒരു എക്സ് എന്നുള്ളൊരു വാല്യൂവിന് നമുക്ക് 2 എന്ത് കിട്ടും? ആൻസേഴ്സ്. നമുക്ക് 2 വ്യത്യസ്തങ്ങളായിട്ടുള്ള ആൻസേഴ്സാണ് നമുക്കിവിടെ കിട്ടാൻ പോണേ. ഇവിടെ ചിലപ്പോൾ 4ഓ ഇവിടെ ചിലപ്പോൾ എന്താ ഒരു 16ഓ എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഇങ്ങനെ വന്നാൽ ഡിസ്ക്രിമിനൻ്റ് ചെയ്യുമ്പോൾ 0നേക്കാളും വലുതാണെങ്കിൽ 2 വ്യത്യസ്തങ്ങളായിട്ടുള്ള ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് എന്തെഴുതാം? കണ്ടോ? സോ ദ ഗിവൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഹാസ് 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ്. അപ്പോൾ ഇനി ആ റിയൽ റൂട്ട്സ് കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുക? നമ്മൾ പഠിച്ചിട്ടുള്ള ഈ ക്വാഡ്രാറ്റിക് ഫോർമുല കൊടുക്കുക അല്ലേ. x = -b ± √ b² - 4ac/2a. അതിൽ ഇത്രയും നമ്മൾ ഓൾറെഡി കണ്ടെത്തി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? -b എന്ന് പറഞ്ഞാൽ ആരാ? നമ്മളിവിടെ എഴുതി വെച്ചിട്ടില്ലേ? -b എന്താണ്? അതാ -6. സോ അവിടെ എന്ത് കൊടുക്കുക? ഈ മൈനസ് ഇക്വേഷൻ്റെ മൈനസാണ് ഇത്. b എന്നുള്ള ആൾ ആരായിരുന്നു? -6 ആയിരുന്നു. അപ്പോൾ നെഗറ്റീവ് കൂടെ വരുമ്പോൾ എന്തായി? പ്ലസ് ആവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ എഴുതണം. ദെൻ ± നമുക്ക് എന്താ കിട്ടിയത് ഇവിടെ? b² - 4ac. ഇതിപ്പോൾ നമുക്ക് 12 ആണ് കിട്ടിയത്. അതിന് എന്തിൽ കൊടുക്കണം? ഈ റൂട്ടിനകത്ത് കൊടുക്കുക. ഓക്കെ. ദെൻ 2 × a. അപ്പോൾ ഈ 2 എഴുതി. ഈ എയുടെ എന്താണെന്ന് നമ്മളിവിടെ എഴുതി വെച്ചത് ഇതാ കണ്ടോ? a = 2. ക്ലിയർ ആയില്ലേ? സോ അവിടെ എന്താ കൊടുക്കുക? 2 × 2.
ഇനി നമുക്ക് എന്ത് കൊടുക്കാം? നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആവും അല്ലേ? സോ 6 ഉണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു 6. ഇവിടെ പ്ലസ് ഓർ മൈനസ് ഇത് ചെയ്യുക. ഈ 12നെ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. 12നെ നമുക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡ് 6 2s 12 3 2s 6. അപ്പോൾ നമ്മൾ എന്തെഴുതി? 2 ഇൻറ്റു 2 ഇൻറ്റു 3. അതിൽ നമുക്ക് ഇതിൽ നിന്ന് ഒരു 2നെ എടുക്കുക അല്ലേ? ഇത് രണ്ടും ജോഡിയല്ലേ? സോ അതിൽ നിന്ന് ഒരു 2 എടുത്ത് ബാക്കി വന്നതിനെ റൂട്ട് ഇടുക. സോ 12നെ നമുക്ക് എങ്ങനെയായിട്ട് എഴുതാം? 2√3 എന്ന് എഴുതാം. കണ്ടോ? നമ്മൾ എന്തെഴുതി? കണ്ടോ? 6 പ്ലസ് ഓർ മൈനസ് 2√3 2 2s 4/4. ക്ലിയർ ആയല്ലോ? ഇനി എന്താ വെച്ചാൽ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? 6 പ്ലസ് ഇവിടെ പ്ലസ് ഓർ മൈനസ് ഉണ്ടല്ലോ. സോ ആദ്യം പ്ലസ് എടുക്കുക. 6 പ്ലസ് 2√3/4. ഇനി അതിനെ തന്നെ നമുക്ക് എങ്ങനെയും കൂടി എടുക്കാം? 6 മൈനസ് 2√3/4. ഇവിടെ മൈനസ് ആണ് കേട്ടോ. ഓർക്കാണ്ട് ഞാൻ പ്ലസ് ഇട്ട് പോയി. അത് വെട്ടി കളഞ്ഞിട്ട് ഇവിടെ മൈനസ് ഇട്ടിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പോൾ രണ്ട് തരത്തിൽ എഴുതുക. ഇവിടെ പ്ലസ് ഇട്ട് എഴുതുക, ഇവിടെ മൈനസ് ഇട്ട് എഴുതുക. ക്ലിയർ ആയല്ലോ? ഇനി ഇവിടെ വന്നപ്പോൾ നോക്കിയേ, ഇങ്ങനെയാണ് എഴുതിയേക്കുന്നത്. എന്താ പറ്റിയെന്ന് നോക്കിയേ, ഈ 6ലും 2ലും കോമൺ ആയിട്ട് വരുന്നത്. അതായത് നോക്കിയേ, ഈ 6ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ. 2 ഇൻറ്റു 3 ആണ് 6ൻ്റെ ഫാക്ടേഴ്സ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഇനി ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇൻറ്റു √3 ആണ് ഈക്വൽ ടു 2√3. അപ്പോൾ നമ്മൾക്ക് ഇവിടെ എടുക്കേണ്ടത് ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വന്നിട്ടുള്ളത് 2 ആണല്ലേ? സോ 2നെ ഇവിടെ ഇടുക. ബാക്കി വന്നിട്ടുള്ളത് എന്താണ്? 3യും √3യും ആണ്. സോ 3 പ്ലസ് റൂട്ട് ഇവിടുത്തെ പ്ലസ് ആണ് കേട്ടോ കൊടുക്കേണ്ടത്. 3 പ്ലസ് √3 ഇവിടെ കൊടുക്കുക. മനസ്സിലായല്ലോ അല്ലേ? 6ൻ്റെ ഫാക്ടേഴ്സ് 2ഉം 3യും, ഇതിൻ്റെ ഫാക്ടേഴ്സ് 2 ഇൻറ്റു √3. രണ്ടിൽ കോമൺ ആയിട്ട് വന്നത് 2നെ പുറത്തെടുക്കുക. ഓക്കെ, ബാക്കി വന്ന 3നെയും √3നെയും ബ്രാക്കറ്റിൽ കൊടുക്കുക. സോ നോക്കിവിടെ 2 ഇൻറ്റു 3 കണ്ടോ? 6 2 ഇൻറ്റു √3 2√3. അപ്പോൾ നമ്മുടെ ക്ലിയർ ആയില്ലേ? ഇനി എന്ത് ചെയ്യുക? /2. ഇനി നോക്കിയേ, ഈ 2 ഈ 4ൽ /4 ആണ്. സോ ഈ 2 ഈ 4ൽ 2 ടൈംസ് പോയി. അപ്പോൾ 2 കട്ട് ചെയ്തു, ഇത് കട്ട് ചെയ്ത് ഇവിടെ 2 എന്ന് എഴുതി. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി? 3 പ്ലസ് √3/2 ഒരു ആൻസർ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഈ ഒരു പാർട്ട് ഉണ്ടല്ലേ ചെയ്യാനായിട്ട്. അതായത് ഇതിൽ 6 പ്ലസ് √2√3/4 എടുത്തോളൂ. ഇവിടെ ആക്ച്വലി എന്തും കൂടി ഉണ്ട്, ഒരു മൈനസ് ഉണ്ട് അല്ലേ? 6 മൈനസ് √3/4 നമ്മൾക്കിത് ഇപ്പുറത്ത് ചെയ്യാം. കണ്ടോ? 6 മൈനസ് 2√3/4 ചെയ്യുമ്പോൾ എങ്ങനെയാണ് വന്നത്? അതും ഇതുപോലെ തന്നെ നമ്മളിതിനെ എന്താണ് സ്പ്ലിറ്റ് ചെയ്ത് 2 പുറത്തിട്ട് അല്ലേ? കോമൺ ആയിട്ടുള്ളതിനെ. സോ 2 3 മൈനസ് √3. അപ്പുറത്ത് എന്താ എഴുതിയാൽ അത് തന്നെയാണ് കേട്ടോ. 2 ഇൻറ്റു 3 മൈനസ് √3/4. ഇതിലും ഈ 2 ഇതിൽ എത്ര ടൈംസ് പോയി? 2 ടൈംസ് പോയി. സോ ബാക്കി എന്താ ഉള്ളത്? 3 മൈനസ് √3/2. കണ്ടോ? അപ്പോൾ നമുക്ക് എക്സിന് രണ്ട് വാല്യൂസ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള രണ്ട് ഇതാണ് നമുക്ക് കിട്ടിയത്. റിയൽ റൂട്ട്സ് ആണ് കിട്ടിയത്. ഒരെണ്ണം എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു 3 മൈനസ് √3/2 എന്ന് കിട്ടി. പിന്നെ ഒരെണ്ണം ഏതാണ്? കണ്ടോ? ഇവിടെ കിട്ടിയത് എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു 3 പ്ലസ് √3/2. ക്ലിയർ ആയില്ലേ? താങ്ക് യു.